ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അതുൽ എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അതുൽ, യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. മാഡം, കുറേ കാലമായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലായിരുന്നു. പക്ഷേ മറ്റൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. എനിക്ക് മാന്യമായൊരു ജോലിയുണ്ട്. ഞാൻ വീട്ടുകാരോട് പലതവണ പറഞ്ഞു നോക്കി. സുന്ദരിയായ അവളെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്കവളെ ഏകദേശം 8 മാസത്തിന് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോരേണ്ടി വന്നു. എന്തായാലും എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്നറിയാം. എങ്കിലും അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ വന്നത് എൻ്റെ വീട്ടിലേക്കാണ്. പ്രതീക്ഷിച്ചതുപോലെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങളെ വീട്ടിൽ കയറ്റിയില്ല. അതുകൊണ്ട് തന്നെ ടൗണിൽ വാടകയ്ക്കെടുത്ത ഒരു ഫ്ലാറ്റിലേക്ക് മാറേണ്ടി വന്നു. അവളുടെ വീട്ടിൽ അവളുടെ അമ്മ മാത്രമാണ് സപ്പോർട്ട്, മറ്റുള്ളവർ സപ്പോർട്ടല്ല. അമ്മയോട് ഞങ്ങൾ കാര്യം വിളിച്ച് പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എല്ലാവരുടെ എതിർപ്പുകൾ അടങ്ങും വരെ ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ആരോടും പറഞ്ഞില്ല. 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും 2 വീട്ടുകാരും ഏകദേശം ക്ഷമിച്ചു. പിന്നെ ഞങ്ങളുടെ കല്യാണം ഒരു റിസപ്ഷൻ പോലെ നടത്തുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല. കാര്യം ജസ്റ്റ് ഒരു കോംപ്രമൈസ് മാത്രമായിരുന്നു. ഈ ഫ്ലാറ്റിൽ ഞങ്ങൾ മധുവിധുവിൻ്റെ കംഫർട്ടിലായിരുന്നു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിയും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും സുഖലോലുപരായി അവിടെ തന്നെ കഴിഞ്ഞു. അവളാണെങ്കിൽ 3-4 മാസം കഴിയുമ്പോഴേക്കും ജോലിക്ക് പോകണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലുമാണ്. എല്ലാം സെറ്റെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ കുറേ വർഷം കൊണ്ട് പ്രേമിച്ചതാണ്. എങ്കിലും മറ്റു കാര്യങ്ങൾക്കൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ആദ്യ ദിവസം മുതലേ എനിക്ക് ഒരു പൊരുത്തക്കേട് തോന്നുകയാണ്. പണ്ടുള്ളവർ പറയില്ലേ, ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞതുപോലെ, അതേപോലെ എന്തോ ഒരു കുഴപ്പം അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടിയില്ലെന്ന്. വിശാലമായ നടുമുറ്റത്ത് ഞാൻ ചിന്തിച്ച് പല സമയത്ത് നിന്നിട്ടുണ്ട്, എന്തുകൊണ്ട് വിശാലമായി എന്ന്. പക്ഷേ അവളൊരു പാവമാണെന്ന് എനിക്കറിയാം. അവളെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, സൈസ് പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ അവളുടെ സ്വഭാവം, എന്നോടുള്ള സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് മറന്നു. സ്വതവേ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അവൾക്കാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റുമില്ല. പിന്നെ എനിക്കാണ് ഇത്തിരി കംപ്ലൈൻ്റ് ഉള്ളത്. അതിപ്പം അവളെ സംശയിച്ചിട്ട് കാര്യമില്ല, എൻ്റെ തന്നെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അടങ്ങി സ്നേഹത്തിൽ അവളുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഇരുന്ന് എല്ലാവരും കോംപ്രമൈസൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം അവളുടെ അമ്മ ആദ്യമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. ഫ്ലാറ്റിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടിട്ട്, അയ്യോ മോനെ, ഇവിടെ ഇത്രയും സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടി ഞാനിവിടെ വന്ന് താമസിച്ചേനുമല്ലോ. അവൾക്കാണെങ്കിൽ ചില ആഹാര സാധനങ്ങളൊക്കെ ഭയങ്കര ക്രേസാണ്. ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, മോനെ ഉണ്ടാക്കിത്തരാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിനെന്താ, ഇവിടെ ഒരു മുറിയുണ്ടല്ലോ, അമ്മ വന്ന് നിൽക്കൂ, ഒരു പ്രശ്നവുമില്ല. ആക്ച്വലി ഞാൻ ഓർത്തത് അവളുടെ അമ്മ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവൾക്കൊരു സഹായമാണ്. കാര്യം പാചകമൊന്നും വലുതായിട്ട് അറിയില്ല. ഓർഡർ ചെയ്തും പുറത്തു നിന്നൊക്കെയാണ് പലപ്പോഴും കഴിക്കുക. അപ്പോൾ ബഡ്ജറ്റൊക്കെ ഇത്തിരി കൂടും. അമ്മ വന്ന് നിന്നാൽ രുചികരമായ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് തോന്നി. അവർ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിനൊക്കെ അടിപൊളി ടേസ്റ്റുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നീട് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും അമ്മ ഇങ്ങോട്ട് വരും. കല്യാണത്തിന് എല്ലാവരും കോംപ്രമൈസ് ആയെങ്കിലും ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി താമസിക്കില്ല. ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. എൻ്റെ അമ്മയ്ക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാര്യയോട് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതലത് വ്രണമാക്കാൻ ഞാൻ നിന്നില്ല. ഇവിടെ ആസ്വദിച്ച് ജീവിക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മായിമ്മ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പുറത്തു പോയതാണ്. അവർ 2 പേരും കൂടി അവിടെ സംസാരിച്ചിരിക്കുന്ന കണ്ടിട്ടാണ് പോയത്. എനിക്ക് പെട്ടെന്ന് തിരിച്ച് കയറി വരേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു പോയ ഞാൻ എനിക്ക് 5-6 മിനിറ്റുള്ളിൽ അങ്ങോട്ട് വരേണ്ടി വന്നു. കാരണം ഞാൻ പേഴ്സ് മറന്നു വെച്ച് പോയിരുന്നു. അത് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ ഭാര്യയോട് പറഞ്ഞത് ഞാൻ കേട്ടു. എടി, ക്രീമുകളും മറ്റുമുണ്ട്, അത് ഞാനൊരു ദിവസം വായിച്ചതാണ്. അപ്പോൾ അവന് സംശയമുണ്ടെങ്കിൽ അത് വല്ലതും ഞാൻ ഇനി വരുമ്പോൾ ഡോക്ടറെ കൊണ്ടുതരാം. അമ്മേ, അത്ര വലിയ സംശയമൊന്നുമില്ല. എന്നോടെങ്കിലും ഒന്ന് ചോദിച്ചു, എങ്ങനെയാണ് വിശാലമായി തോന്നുന്നതെന്ന്.
ഒന്നും അറിയാത്ത ഭാവം ഞാൻ നടിച്ചു. അമ്മേ, എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ചേട്ടാ, സൈസ് പ്രശ്നങ്ങൾ വല്ലതുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ ഞാൻ അടക്കി നിർത്തിയിരിക്കുകയാണ്. നിനക്ക് പറ്റിയ ഭർത്താവ് തന്നെയാണ് മോളെ. ഒരു പോഴനാണ്, സമുദ്രത്തിൽ എടുത്തു ചാടിയിട്ട് കൈത്തോടാണെന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ നീ കൈത്തോടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ. അതിനേക്കാൾ ഏറ്റവും നല്ലൊരു ഭർത്താവ് എവിടെ നിന്ന് കിട്ടാനാടി? മണ്ടൻ തന്നെയാണ്. ആ അമ്മേ, മണ്ടനാണ്. ഞാൻ കാണിച്ച സ്നേഹമൊക്കെ അങ്ങ് വിശ്വസിച്ച് അനുസരിച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇവൻ ഗുണം ചെയ്യുമെന്ന്. ഇടി, നിൻ്റെ ഇത്രയും കാമുകന്മാരും പലരുമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുടെ കൂടെ നീ നടന്നു. പക്ഷേ ഇവനോട് മാത്രം നീ എന്താ അടുക്കാതിരുന്നെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? അമ്മേ, ഇങ്ങേർക്ക് തന്നെ ഒരു നാണ സ്വഭാവമാണ്, അതുകൊണ്ടാണ് ഒന്നും നടക്കാതെ പോയത്. പിന്നെ അമ്മ പറഞ്ഞില്ലേ ഇത്തരം ആണുങ്ങളാണ് ഏറ്റവും നല്ലതെന്ന്. കല്യാണം കഴിക്കാൻ അവരാണ് കൊള്ളാവുന്നത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊന്നും കല്യാണമൊന്നും കഴിക്കാൻ വന്നവരായിരുന്നില്ലല്ലോ. പ്രേമമാണെന്നൊക്കെ പുറകെ നടന്നെങ്കിലും അവരുടെ ഉദ്ദേശം വേറെയല്ലേ. അങ്ങനെ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുളമാകില്ലേ? എനിക്ക് ഇങ്ങനെ കാത്തിരിക്കുന്ന, ഞാൻ പരിശുദ്ധയാണെന്ന് കരുതുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ജാതിയും മതവും ഒക്കെ മാറിയിട്ടും ഞാൻ വാശി പിടിച്ചത്. അമ്മ എൻ്റെ കൂടെ നിന്നത്. അത് അമ്മ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നത്? അതേടി, അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. അവന് ഒന്നും മനസ്സിലായില്ലല്ലോ. അവൻ ഒരു പൊട്ടനും പോഴനും തന്നെ. നിൻ്റെ ഭാഗ്യമാടി. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നീ അടുത്തടുത്തങ്ങ് നിന്നോണം. ഇടയ്ക്കിടയ്ക്ക് കൊഞ്ചിക്കൊഴിഞ്ഞ് അവനെ നീ അങ്ങ് പ്രസാദിപ്പിക്കണം. കയ്യിലിരിക്കുന്ന പൈസ ഒക്കെ നിനക്ക് തരുന്നുണ്ടല്ലോ. ഉണ്ടമ്മേ, കണ്ടോ, നല്ല മാന്യമായ ശമ്പളമുണ്ട്. നിൻ്റെ യഥാർത്ഥ വിവരം അറിഞ്ഞാൽ, യഥാർത്ഥ ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കുമോ? അത് ശരിയാമേ. ഇത്രയും നാളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അദ്ദേഹത്തെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെ. നോക്ക്, ഇപ്പം നമുക്ക് വേണ്ടി ഓടി പുറത്തു പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടിമുടി ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി. അപ്പോൾ രണ്ടും കളികളാണ്. എൻ്റെ ഭാര്യ പ്രേമിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ ചതിക്കുകയായിരുന്നു. അവളോട് പണ്ടെപ്പോൾ ചോദിച്ചെന്ന് പറഞ്ഞാലും അയ്യോ എനിക്കൊന്നും അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയരുതേ, എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവളൊരു പെരുങ്കള്ളിയല്ലേ? ദൈവമേ, എത്രയോ ട്രാക്ടർ ഉഴുന്നു മറിച്ച് പാടത്ത് വിത്തിറക്കാൻ വന്ന കർഷകനെ പോലെ ഞാനവിടെ നിന്നു. എന്ത് ചെയ്യണം, പ്രതികരിക്കണോ ഒന്നും അറിയില്ല. അവളോടുള്ള എൻ്റെ എല്ലാ സ്നേഹവും ആവേശവും അപ്പം തന്നെ ചോർന്നു പോയി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, ഇത് കേട്ടപ്പോൾ ചോദിച്ചേ പറ്റൂ. ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അർത്ഥമില്ല. ഞാൻ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഫ്ലാറ്റിനകത്തേക്ക് കയറി. ആ സമയത്ത് അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്താ മോനെ, എന്തെങ്കിലും വെച്ച് മറന്നോ? എന്താ പെട്ടെന്ന് വന്നത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ വിഷയം മാറ്റി. ഞാൻ പറഞ്ഞു, വിഷയം മാറ്റാൻ വരട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? അത് എൻ്റെ അനിയത്തിയുടെ മോടെ കാര്യം പറഞ്ഞതാ. അവളാണെങ്കിൽ ഭർത്താവിനോട് പോയിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നില്ല. അവളുടെ കാര്യങ്ങൾ പറയുകയായിരുന്നു. ആ, അനിയത്തിയുടെ മോടെ കാര്യം എന്നല്ല പറഞ്ഞത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. ഇവിടെ പുറകെ പ്രേമപൂർവ്വം ഞാൻ നടന്ന് അവസാനം ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അമ്മയും മോളും കൂടെ ആ വീട്ടിൽ എന്തെടുക്കുകയായിരുന്നു? ഏതെങ്കിലും ഒരു അമ്മ വഴിതെറ്റിക്കാൻ മോളെ ഇങ്ങനെ സഹായിക്കുമോ? നിങ്ങളൊരമ്മയാണോ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. എനിക്കിനി ഈ ബന്ധം വേണ്ട. നിങ്ങൾ മോളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പൊക്കോ. ഇനി എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മയും ഭാര്യയും കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇനി കരഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. ആദ്യമേ എനിക്ക് സംശയം തോന്നിയാണ്, പിന്നെയും മനുഷ്യരല്ലേ, അങ്ങനെ എല്ലാ കാര്യത്തിലും സംശയിക്കാൻ പറ്റുമോ? ആ സംശയത്തിൻ്റെ ആനുകൂല്യം ഞാൻ ഇവൾക്ക് കൊടുത്തു. ഇപ്പം രണ്ടുപേരും പറന്ന് കേട്ടപ്പോൾ എനിക്ക് മതിയായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, മോനെ, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കല്ലേ. ഇനി എന്ത് നശിക്കാനാണ്? ഓൾറെഡി നശിച്ചതല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെയാണ് വഞ്ചിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. ശരിയാണ്, ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കഥ നീ ഒന്ന് കേൾക്ക്. ഇനി അവൾ ഒരു തെറ്റും ചെയ്യില്ല. എല്ലാവർക്കും കല്യാണത്തിന് മുമ്പ് പല ഹിസ്റ്ററികളും ഉണ്ടാകും. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മാറ്റി സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ എൻ്റെ മോളും ചെയ്യും. പ്ലീസ്, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ കഥ ഞാൻ പറഞ്ഞത് കേൾക്കും മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, എന്തായാലും ഞാൻ ഇവളെ വേണ്ടാന്ന് വെക്കുകയാണ്. പക്ഷേ കഥ എന്താണെന്ന് ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, മോനെ, എടാ,
ഇവൾക്ക് ഒരു 18 വയസ്സുള്ളപ്പോൾ ഇവളുടെ അച്ഛൻ എന്താണെന്നറിയില്ല പെട്ടെന്ന് കുടി തുടങ്ങി. അത്രയും നാളും നല്ല രീതിയിൽ പൊരുന്നൊരു മനുഷ്യനാണ്. പിന്നീട് വൈകിട്ട് കുടിച്ചിട്ട് വരാൻ തുടങ്ങി. ഇവളുടെ ചേട്ടൻ അത് ചോദ്യം ചെയ്തു. എന്നും അടിയും വഴക്കുമായി. ആദ്യം അവനുമായിട്ടായിരുന്നു ഉടക്ക്, പിന്നീട് ഞാനും മോളുമായിട്ടായി. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ആളാണ്. ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡൗൺ ആകാൻ തുടങ്ങി. പുള്ളിക്ക് ഒത്തിരി കടമൊക്കെ വന്നു. വീട്ടിൽ ചിലവിന് നല്ലപോലെ ഉണ്ടായിരുന്നു. ആ വീട് സെറ്റപ്പൊക്കെ ഇപ്പോഴും നല്ലതാണ്. എങ്കിലും അങ്ങേർ അന്നു മുതൽ തുടങ്ങിയ കടബാധ്യതകൾ ഇപ്പോഴുമുണ്ട്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് ആർക്കും അറിയില്ല. റിച്ച് ആൾക്കാരാണ്. പക്ഷേ അങ്ങേർ ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മകനാണെങ്കിൽ അന്ന് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ജോലിക്ക് പോകാനുള്ള ഒരവസരമില്ല. ആ ഫീസ് വേണം, എല്ലാം വേണം. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഭർത്താവിൻ്റെ പല സുഹൃത്തുക്കളും വന്ന് അയാളുടെ സാമ്പത്തിക ബാധ്യതയെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞു. പലരും പണം ചോദിക്കാനൊക്കെ വന്നു. വല്ലാത്ത ബുദ്ധിമുട്ടായി. ഒരു ദിവസം അടുക്കള ഭാഗത്ത് നിന്ന് ഞാൻ കരയുകയായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല പണമുള്ള ഒരാളാണ് താമസിക്കുന്നത്. പക്ഷേ അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ ഒരു വേലക്കാരനാണുള്ളത്. പെണ്ണുങ്ങളൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അധികം ആരോടും സംസാരിക്കില്ല. ഏകദേശം 7-8 വർഷമായി ആ വീടൊക്കെ വാങ്ങി വന്ന് താമസിക്കുകയാണ്. ഒറ്റയ്ക്കാണ്. ഭാര്യ പിണങ്ങിപ്പോയെന്നോ കുട്ടികളൊന്നുമില്ലെന്നോ ഒക്കെ കേൾക്കുന്നു. എങ്കിലും വമ്പൻ പണക്കാരനാണ്. ഭൂസ്വത്തുക്കൾ പൂർവികമായുണ്ട്. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് നാളെങ്ങാണ്ട് 10 വർഷമോ മറ്റോ പട്ടാളത്തിലോ മറ്റോ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ശരീരഭംഗിയൊക്കെ അയാൾക്കുണ്ട്. പലപ്പോഴും ഷർട്ടിടാതെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അയാളെ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അയാൾ കുശലം മാത്രമേ ചോദിക്കുകയുള്ളൂ. വേറെ ഒരു ബന്ധവുമില്ല. അയാളെ കാണുന്ന സമയത്ത് ഓക്കെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് പണ്ട് മുതലേ എന്നെ അവഗണിക്കുന്നൊരു പ്രകൃതിയാണ്. 2 കുട്ടികളായി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കിടയിൽ ഒന്നും തന്നെയില്ല എന്ന് പറയാം. പക്ഷേ എൻ്റെ ഉള്ളിലെ മോഹങ്ങളൊന്നും കെട്ടുപോയിരുന്നില്ല. എനിക്ക് ആഗ്രഹം നന്നായി ഉണ്ടായിരുന്നു. എങ്കിലും കുട്ടികൾ വളർന്നു വലുതായി. സാഹചര്യമില്ല. അതുകൊണ്ട് അടക്കി വെച്ചിരിക്കുകയാണ്. ചില ആൾക്കാർ പറയും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്ത്രീകൾക്ക് തനിയെ ഒരടക്കം ഒതുക്കം ഉണ്ടാകുമെന്ന്. ആ ഒരു അടക്കം ഒതുക്കം ഉണ്ടായി എന്നുള്ളതല്ലാതെ ഉള്ളിൽ മോഹങ്ങൾ തീജ്വാല പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് തൊട്ട് മതിൽക്കെട്ടിനപ്പുറത്ത് ഷർട്ടിടാതെ അയാൾ വന്നിരുന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ പാഞ്ഞെത്തി. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി നിന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്നോട് ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്, എന്നോട് പറയൂ എന്താണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളാണ്. കടവും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട്. ഭർത്താവ് എല്ലാം നശിപ്പിച്ചു. കുട്ടികളെ എങ്ങനെ വളർത്തും, എങ്ങനെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നോർത്ത് കരഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങളോട് ഇതുവരെ ഞാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും നിങ്ങളിങ്ങനെ വന്ന് വിഷമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്പർ ഇങ്ങോട്ട് തരൂ, നമുക്ക് രാത്രിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ നിമിഷം ഒരിഷ്ടമുള്ള പുരുഷനല്ലേ, അതുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്തു. അയാൾ രാത്രി എന്നെ വിളിച്ചു. ഹസ്ബൻഡ് കുടിച്ചിട്ട് വന്ന് ഉറക്കമായതുകൊണ്ട് ഞാൻ വന്ന് കുറേ നേരം സംസാരിച്ചു. അന്ന് ആദ്യമായി അടുത്ത വീട്ടുകാരനോട് എൻ്റെ കഥകളെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട, കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കാം. എനിക്കാണെങ്കിൽ കല്യാണത്തിനൊന്നും വിശ്വാസമില്ല. ഒരു കല്യാണം കഴിഞ്ഞതാണ്, അത് പരാജയമായിരുന്നു. കുട്ടികളുമില്ല. പ്രേമമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സഹകരണ മനോഭാവത്തോടു കൂടി അന്യോന്യമുള്ള പൊരുത്തപ്പെടലാണ് എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. റിപ്പീറ്റായി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രശ്നങ്ങളിലാണ്, ഇതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മൂഡില്ലെന്ന്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തു തരാം, അപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. പതുക്കെ പതുക്കെ ഞാനത് സമ്മതിച്ചു. കാര്യം മരുഭൂമിയിൽ വെള്ളം കണ്ട അവസ്ഥയായിരുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹം മതിൽ ചാടി വരാൻ തുടങ്ങി. ഞങ്ങളുടെ അടുക്കളയും സ്റ്റോർ റൂമും അവിടെ മാത്രമായിരുന്നു ഞങ്ങളുടെ സംഗമ കേന്ദ്രങ്ങൾ. അവിടെ വെച്ച് എനിക്ക് ഇതുവരെയും കിട്ടാത്ത പരതം കിട്ടി. ഹസ്ബൻഡിനോട് എനിക്ക് സ്നേഹം തോന്നിയിട്ടുണ്ട്, പക്ഷേ മോഹം തോന്നിയിട്ടില്ല.
കാര്യം എനിക്ക് ചേർന്ന ഒരാളായിരുന്നില്ല ഹസ്ബൻഡെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഓരോ ദിവസവും അദ്ദേഹത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ സ്റ്റോർ റൂമും അടുക്കളയും കേന്ദ്രീകൃത സംവിധാനം കൊണ്ട് നിറയുകയായിരുന്നു. അയാൾക്ക് അതീവ ആവേശമായിരുന്നു. എനിക്കും ഒരിക്കൽ പോലും അത് നിർത്താൻ സാധിച്ചില്ല. അദ്ദേഹം ഇന്നൊരു റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പറ്റില്ല, രാത്രി ഞാൻ കാത്തിരിക്കുകയാണ്, എവിടെ പോയാലും തിരിച്ചു വരണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും മുടക്കം ചെയ്ത് ഇവിടെ ഞാൻ പരിപാടികൾ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ നല്ല കാശ് അദ്ദേഹം ബാങ്ക് അക്കൗണ്ടിലും എൻ്റെ കയ്യിലും ഡയറക്റ്റായിട്ട് തന്നു. ഇഷ്ടംപോലെ പണമുള്ള മനുഷ്യനാണ്. കണ്ണെത്താ ദൂരത്തോളം ഭൂമി പല സ്ഥലത്തുമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ ലക്ഷങ്ങളുണ്ട്. ഒരു മാസം തനിയെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. പക്ഷേ രാത്രികൾ എനിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് റിയൽ പ്രേമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ധം അനുസ്യൂതമായി നടന്നുപോയി. കുട്ടികളും നല്ല ആഹാരവും പഠനവുമായി മുന്നോട്ട് പോയി. എൻ്റെ ഭർത്താവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. എങ്ങനെ നടക്കുന്നുവെന്ന് അയാൾ തന്നെ നക്കാപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടത്താൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ചോദിക്കാനുള്ള മൈൻഡ് സെറ്റപ്പ് ഇല്ല. കാരണം എപ്പോഴും കുടിയായിരുന്നല്ലോ. എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവൾ, എൻ്റെ മോള്, നിൻ്റെ ഭാര്യ, ഒരു ദിവസം അടുക്കളയിലേക്ക് കടന്നു വന്നത്. 10 മണിയാകുമ്പോഴേക്കും മൂടി പുതച്ച് കിടന്നുറങ്ങുന്നവളാണ് എൻ്റെ മകൾ. രാത്രിയിൽ ഉണരാറില്ല. മകനും അങ്ങനെയൊക്കെ തന്നെ. അവനും ഇങ്ങോട്ട് വന്നൊരിക്കലും ശല്യപ്പെടുത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇവൾ വരികയില്ല. പക്ഷേ അന്ന് രാത്രി വന്നപ്പോൾ ഞാൻ മുട്ടുകാലിൽ നിന്ന് താപസ പൂജ ചെയ്യുകയായിരുന്നു. അത് കണ്ടുമോൾ അലറി വിളിച്ചു. ഞാൻ ഉടനെ തന്നെ അവളെ പിടിച്ചു വലിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ ആരോടും പറയരുത്. അദ്ദേഹമാണ് നമുക്ക് പണവും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെടേണ്ടി വന്നു, അകപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എല്ലാം ഒരു സംഭ്രമത്തിലായിരുന്നെങ്കിലും പെട്ടെന്ന് കടന്നുപോയി വേലി ചാടി അപ്പുറത്തേക്ക് പോയി. പിന്നെ അടുക്കളയിൽ ഞാനും മകളും മാത്രം. എൻ്റെ കോലം കണ്ട് അല്ലെങ്കിൽ എൻ്റെ ചെയ്തികൾ കണ്ട് അവളെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞെങ്കിലും അവസാനം ഞാൻ നമ്മളുടെ നിലനിൽപ്പിൻ്റെ ആധാരം അദ്ദേഹമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി ഇത്രയും പണമൊക്കെയുണ്ട്, എല്ലാവരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നു. അച്ഛൻ 5 പൈസ കൊടുക്കുന്നില്ല, വീട് കടമാണ്, എന്നിട്ടും അമ്മ എനിക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെൻ്റെ മോൾക്ക് മനസ്സിലായി. അവൾ മൗനമായ സപ്പോർട്ട് എനിക്ക് തന്നു. എൻ്റെ മകൻ അറിയാതിരിക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലം പോയി കഴിഞ്ഞപ്പോഴേക്കും മകൾ എന്നോട് വന്നിങ്ങോട്ട് പറയുകയായിരുന്നു, അമ്മേ, എനിക്ക് അന്നത്തെ കാഴ്ച മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹങ്ങൾ വേലിയേറ്റം നടക്കുന്നു. തിരകൾ തള്ളിത്തള്ളി കരയിലേക്ക് വന്ന് മുട്ടുന്നു അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നീ വേണ്ട, നീ ഒരു കല്യാണം കഴിക്കാത്ത പെണ്ണാണ്, ഇതിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ കൂട്ട് മാത്രം നിൽക്കാൻ വയ്യ, എനിക്കും അധ്വാനിക്കുന്ന ഫീൽഡിലേക്ക് ഇറങ്ങണം, മോഹം കൊണ്ടും പണത്തിൻ്റെ ആവശ്യം എനിക്കുമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാളോട് എനിക്ക് ഇഷ്ടവും തോന്നുന്നു മകൾ പറഞ്ഞു. ആദ്യം ഞാൻ സമ്മതിച്ചില്ലെങ്കിലും ഇവളുടെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞത്. ആണുങ്ങൾ പിന്നെ ഏത് കുളം കണ്ടാലും എടുത്തു ചാടി കുളിക്കുമല്ലോ, അത് അവിടെ സംഭവിച്ചു. പക്ഷേ ഒരു വാണിങ് ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തിരുന്നു, മോളെ, നീ വിചാരിക്കുന്നത് പോലെയല്ല, അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി നിനക്ക് തത്രപ്പാടാകും, ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. അത് കേട്ടപ്പോൾ ഇവൾ അന്നത്തെ പ്രായത്തിൽ പറഞ്ഞത്, അങ്ങനെയുള്ളതല്ലേ അമ്മേ, പെണ്ണുങ്ങൾ മോഹിക്കുക, ഒരു പ്രശ്നവുമില്ലെന്ന്. ഭാവിയിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാകും, ഭർത്താവ് സംശയിക്കും എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അവൾ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നവുമില്ലെന്ന്. ഞാൻ ഒത്തിരി വട്ടം വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇവളുടെ മോഹം കൊണ്ടാണ് ഇവൾ സ്റ്റാർട്ട് ചെയ്തത്. പതിയെ പതിയെ അയാൾക്ക് ഇവളെ മാത്രമായി ഇഷ്ടം. എന്നേക്കാൾ മികച്ച തലയാട്ടത്തിലൂടെ അവൾ അയാളുടെ ഹൃദയം കവർന്നെടുത്തു. പിന്നീട് അയാൾ എന്നോടുള്ള കോൺവെർസേഷൻ കുറഞ്ഞു. ഇവളുമായി മാത്രമായിരുന്നു. പക്ഷേ എന്നേക്കാൾ കൂടുതൽ പൈസ അവൾക്ക് കൊടുത്തു. അതെല്ലാം അവൾ കൃത്യമായിട്ട് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഓർത്തു, എൻ്റെ മോഹഭംഗങ്ങളാണ് നടന്നിരിക്കുന്നത്
എങ്കിലും അയാളെ പിണക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഞാൻ പിൻവാങ്ങി. പഴയതുപോലെ പണം യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് എൻ്റെ മോളാണ് അതിൽ മാറ്റം വരുത്തിയത്. പലപ്പോഴും അവൾ കോളേജിലും മറ്റും കണ്ടുമുട്ടുന്ന പല ആളുകളും അവരൊക്കെ റിച്ചാണ്, പണം കിട്ടും, സൗന്ദര്യമുള്ളവരാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അവൾ പ്രേമപൂർവ്വം പെരുമാറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആഗ്രഹം തീർക്കലാണ്. അത് വെറും ഒരു കാര്യമല്ല. പണം അത് കുമിഞ്ഞു കൂടുന്നത് പോലെ അവൾക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ അവൾക്ക് തൃപ്തിയാകുള്ളൂ. അങ്ങനെ അവൾ രംഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവളെ കൺട്രോൾ ചെയ്യാൻ എനിക്കായില്ല. പക്ഷേ പണം അതവൾ കൃത്യമായിട്ട് എന്നെ ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ അവൾ PGക്ക് പഠിക്കുന്ന സമയം വരെ അവളുണ്ടാക്കിയ ക്യാഷ് കേട്ട് കഴിഞ്ഞാൽ നീ ഞെട്ടും. അവളുടെ അച്ഛൻ 100 വർഷം ഉണ്ടാക്കിയാൽ പോലും അത്രയും പണം കിട്ടില്ല. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ മോഹിച്ച ആളെ എനിക്ക് നഷ്ടമായി. എൻ്റെ ഭർത്താവിനെയല്ല, ആദ്യം കണ്ട അയൽക്കാരനെ. പക്ഷേ അയാൾ പിന്നീട് ഞങ്ങളോട് 2 പേരോടും അകന്ന് വേറെതൊക്കെയോ ലാവണങ്ങൾ തേടിപ്പോയി. അയാളുമായുള്ള ബന്ധം കട്ടായെങ്കിലും എൻ്റെ മോൾ കറങ്ങി നടന്ന് ആനയ്ക്കെടുപ്പത് പൊന്നും 1000 മുത്തും കൊണ്ടുവന്ന് ഈ തറവാട് സമ്പുഷ്ടമാക്കി. പക്ഷേ നീ പുറകെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്നോടെന്തോ ഇവൾക്കൊരു ആകർഷണം തോന്നി. പാവമാണ്, കുഴപ്പമില്ല, ഭർത്താവാക്കാനുള്ള ഒരാളാണെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എന്തായാലും ഇതൊന്നും ഒത്തിരി കാലം കൊണ്ടുപോകുന്നത് ശുഭകരമല്ല. നിനക്കൊരു കുടുംബജീവിതവും വേണം. എന്തായാലും അവനൊരു പാവത്താനാണെങ്കിൽ നീ കല്യാണം കഴിച്ചോ, ജാതി വേറെയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ എല്ലാം നിർത്തി നിന്നെ വിവാഹം കഴിച്ചത്. അത് കഴിഞ്ഞ ശേഷം അവൾ നന്നായി ജീവിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭാര്യയെ. നിങ്ങളും അങ്ങനെ തന്നെയെന്ന്. അപ്പോഴേക്കും ഭാര്യയും അമ്മയും കൂടെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് ഇനി ഒട്ടും ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിലുള്ള പണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും 2 പേർക്കും അത് ഓക്കെ ആയിരുന്നു. കാര്യം ഒരു ഭർത്താവ് അതുള്ളത് വളരെ കംഫർട്ടബിൾ ആണെന്നാണ് ഭാര്യ പറയുന്നത്. അങ്ങനെ അമ്മായിമ്മ പോയി എൻ്റെ പേരിൽ ഭീമമായൊരു തുക ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മായിമ്മ പറഞ്ഞത്, എൻ്റെ മകൾക്ക് നിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ പറ്റുമോയെന്നറിയില്ല, എങ്കിൽ കൂടിയും നീ അവൾക്ക് വേണ്ടി 5 പൈസ ചിലവഴിക്കണ്ട. നീയും അവളും ഭാര്യയും ഭർത്താവായിട്ട് മുന്നോട്ട് പോകൂ, ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ മോനെ ഞാനും നിൻ്റെ കൂടെ ചേർന്ന് നൃത്തങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഒന്നായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം. തൽക്കാലം നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ട് പോകൂ, ഒരു പ്രശ്നവുമില്ല. അവൾക്ക് ചിലപ്പോൾ ഇളക്കം തോന്നിയേക്കും, ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. എനിക്കും തോന്നിയേക്കാം. എല്ലാറ്റിനും ഞങ്ങളുടെ കൂടെ നിൽക്കൂ, നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത്രയും പണം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് ചെറുതായൊന്ന് മാറി. എങ്കിലും ഈ ഒരു സെറ്റപ്പ് ശാശ്വതമാകുമോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ മെയിൽ അയച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു കുടുംബജീവിതം പ്രതീക്ഷിക്കുന്ന ഒരാൾക്കും ഈ കഥകളൊന്നും കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കില്ല. പക്ഷേ പണം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും പണം തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തു, അത്രയും കിട്ടിയല്ലോ എന്നോർക്കുമ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു ലഘൂകരണം ഉണ്ടാകും. കുഴപ്പമില്ല, സോഫ്റ്റായി ആ പ്രശ്നം. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ. എങ്കിലും നിങ്ങൾക്കറിയാം ഈ നടന്നത് മുഴുവനും നല്ല കാര്യമല്ല. ഈ 2 വ്യക്തികളും അമ്മയും അമ്മായിമ്മയും ഒക്കെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അവർക്ക് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ ഒരു ഭർത്താവ് വേണം താനും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് മെൻറ്റാലിറ്റി പോകാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വന്തം അഭിപ്രായത്തിൽ കൂടി പോകേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് സ്നേഹവും സംരക്ഷിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴയടുപ്പത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ വലിയ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി വേണം. എല്ലാവരെ കൊണ്ടും അത് കഴിയുകയില്ല. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മളുടെ തലവേദനയല്ല. അതല്ലാതെ നല്ലൊരു ഭാര്യ, കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ കുടുംബവും സമാധാനമുള്ള കുടുംബവും കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത കുടുംബവും പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ സെറ്റപ്പിൽ നടക്കില്ല. അപ്പോൾ അവരുടെ ഐഡിയകളുമായിട്ട് നിങ്ങൾ യോജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരുടെ ഐഡിയകളോട് സമാനമായ രീതിയിൽ മനസ്സ് മാറ്റണം. എങ്കിൽ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. അല്ലാതെ 24 മണിക്കൂറും അയ്യോ അങ്ങനെയായല്ലോ, പണം കാണുമ്പോൾ ഇങ്ങനെയായല്ലോ, ഇന്ന് സോഫ്റ്റ് ആയേക്കാം, നാളെ പ്രശ്നം
ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കോംപ്ലിക്കേഷൻ ആകും. അതുകൊണ്ട് എന്ത് തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ മനസ്സ് മാറ്റി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെ അവരെയും മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം അതിൽ തുടരുക. ഇല്ലെങ്കിൽ സലാം ചൊല്ലി അവരവരുടെ പാട്ടിന് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോട്ടെ. എന്തിനാണ് വെറുതെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്? അങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ.